നൗ നമ്മൾ ഏത് കോൺസെപ്റ്റാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സ്ക്യൂനെസ് ആണ്. നമ്മൾ എന്താണ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു, പിന്നെ എന്തിനാണ് നമ്മൾ സ്ക്യൂനെസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഒരു ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴൊക്കെയാണ് സ്ക്യൂഡ് ആവുന്നത് എന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഡിസ്കസ് ചെയ്തു, റിലേറ്റീവ് മെഷേഴ്സ് ഡിസ്കസ് ചെയ്തു. റിലേറ്റീവ് മെഷേഴ്സിൽ തന്നെ കാൽപിയസൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, ബൗളിസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, പിന്നെ മൊമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളതിന് മൊമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് സ്ക്യൂനെസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് കെർട്ടോസിസ് ആണ്. കെർട്ടോസിസ് എന്താണ്? കോൺവെക്സിറ്റി ഓഫ് ദ ഫ്രീക്വൻസി കർവ്. ഓക്കെ, കെർട്ടോസിസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കർവിൻ്റെ കോൺവെക്സിറ്റിയാണ്. അതായത് എന്താണ്, ഒന്നുകിൽ ഫ്ലാറ്റ്നെസ് അല്ലെങ്കിൽ പീക്ക്നെസ് ഓഫ് ദി ഫ്രീക്വൻസി കർവ്. സ്ക്യൂനെസ് എന്തായിരുന്നു? സിമെട്രി, ലാക്ക് ഓഫ് സിമെട്രി ആയിരുന്നു. അതേസമയം കെർട്ടോസിസ് എന്താണ്? ഫ്രീക്വൻസി കർവിൻ്റെ കോൺവെക്സിറ്റിയാണ്. ദാറ്റ് ഈസ് ഇറ്റ് എനേബിൾ അസ് ടു ഹാവ് എൻ ഐഡിയ അബൌട്ട് ദ ഫ്ലാറ്റ്നെസ് ഓർ പീക്ക്നെസ് ഓഫ് ദ ഫ്രീക്വൻസി കർവ്. കർവ് എന്താണ്? ഫ്ലാറ്റ് ആണോ അല്ലെങ്കിൽ എന്താണ് പീക്ഡ് ആണോ? ഇത്രയും കാര്യങ്ങളാണ് കെർട്ടോസിസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദി കോഎഫിഷ്യൻറ്റ് β2 ഓർ ഇറ്റ്സ് ഡെറിവേഷൻ γ2 ഗിവൺ ബൈ എന്താണ്, ഈ സമയം നിങ്ങളൊരു കമ്പാരിസൺ പോലെ ഇത് പഠിച്ചു വെക്കണം. നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ എന്ത് പറഞ്ഞു? SK 0 ആവുന്ന ഒരു സിറ്റുവേഷനാണ് β1 0 ആവുന്നത്. അതായത് സ്ക്യൂനെസ് ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും β1 0. അതുകൊണ്ട് തന്നെ ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷന് β1 വോണ്ട് ബി 0. സോ β1 എന്തെടുത്തു? മെഷർ ഓഫ് സ്ക്യൂനെസ് എടുത്തു. അതേമാതിരി കെർട്ടോസിസ് എന്താണ് മെഷർ ചെയ്യുന്നത്? കെർട്ടോസിസ് ഇസ് മെഷേർഡ് ബൈ ദി കോഎഫിഷ്യൻറ്റ് β2 ഓർ ഇറ്റ്സ് ഡെറിവേഷൻ γ2. β2 എന്തായിരുന്നു? β2 is given by mu4 divided by mu2 square. β2 is given by mu4 by mu2 square and γ2 is given by β2 minus 3. γ2 is given by β2 minus 3. Okay. So Kurtosis എന്താണ്? Convexity of the frequency curve. Kurtosis is convexity of the frequency curve. ആൻഡ് ഈ കെർട്ടോസിസ് വെച്ച് നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ കർവിൻ്റെ ഫ്ലാറ്റ്നെസ് അല്ലെങ്കിൽ കർവിൻ്റെ പീക്ക്നെസ്. It enables us to have an idea about flatness or peakness of the frequency curve. It is measured by either β2 or its derivation γ2. We know β2 is given by mu4 by mu2 square and γ2 is given by β2 minus 3. ഇനി നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഗ്രാഫിൽ ഈ എ എന്ന് പറയുന്ന ഗ്രാഫില്ലേ, ഈ ഗ്രാഫ്, ഈ എ എന്നുള്ള ഗ്രാഫ്, ഈ ഗ്രാഫ് എന്താണ്? ഈ ഗ്രാഫ് ഫ്ലാറ്റ് ആണോ? അല്ല, ഇതൊരു നോർമൽ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് അല്ലേ. ഈ ഗ്രാഫ് പോലെ ബി എന്ന് പറയുന്ന ഗ്രാഫ് പോലെ ഫ്ലാറ്റ് അല്ല, സി എന്ന് പറയുന്ന ഗ്രാഫ് പോലെ പീക്ഡ് അല്ല. ഇതൊരു നോർമൽ കർവാണ്. ഓക്കെ, ഈ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇറ്റ്സ് കോൾഡ് മീസോകേർട്ടിക് കർവ്. ഓക്കെ, എന്ത് കർവാണ്? മീസോകേർട്ടിക് കർവ്. ഇത് better explained in this slide. Okay, curve of the type A which is neither flat nor peaked is called the normal curve. Okay, curve of the type A, ഈ curve ആണ് കേട്ടോ. ഈ ഗ്രാഫ് തന്നെയാണ് ഈ curve. അതായത് curve of the type ഇത് A. ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്ന കർവ്. ഓക്കെ, കർവ് ഓഫ് ദി ടൈപ്പ് എ വിച്ച് ഇസ് നീദർ ഫ്ലാറ്റ്, ഇറ്റ് ഇസ് നോട്ട് ഫ്ലാറ്റ് നോർ പീക്ഡ്, ഇത് ഫ്ലാറ്റും അല്ല പീക്ഡും അല്ല, ഇസ് കോൾഡ് നോർമൽ കർവ് ഓർ ദി മീസോകേർട്ടിക് കർവ്. ആൻഡ് ഫോർ സച്ച് എ കർവ് എന്തായിരിക്കും? β2 3 ആയിരിക്കും, γ2 0 ആയിരിക്കും. ഓക്കെ, ഒരു നോർമൽ കർവ് എന്ന് പറയുമ്പം ആ കർവ് ഫ്ലാറ്റ് അല്ല പീക്ഡും അല്ല, ഇറ്റ് ഇസ് നോർമൽ. ആ കർവിന് നമ്മൾ പറയുന്ന പേരാണ് മീസോകേർട്ടിക് കർവ്. മീസോകേർട്ടിക് കർവിന് എന്തായിരിക്കും? β2 3 ആയിരിക്കും, γ2 0 ആയിരിക്കും. അത് നിങ്ങളിവിടെ എഴുതി ചേർക്കണേ. β2 3, γ2 0. ഓക്കെ, കർവ് ഓഫ് ദ ടൈപ്പ് എ വിച്ച് ഇസ് നീദർ ഫ്ലാറ്റ് അല്ല പീക്ഡ് അല്ല, അതെന്താണ്? നോർമൽ കർവ് ആണ് അല്ലെങ്കിൽ മീസോകേർട്ടിക് കർവ് ആണ്. ആൻഡ് ഫോർ സച്ച് എ കർവ് β2 എന്താണ്? 3 ആൻഡ് γ2 എന്താണ്? 0. Okay, now curve of the type B which is flatter than the normal curve is known as platykurtic curve.
സി ഈ ബി എന്നുള്ള കർവ് കൺസിഡർ ചെയ്യുക, ഏറ്റവും താഴെയുള്ളത്. ഓക്കെ, ഈ ബി എന്ന് പറയുന്ന കർവ് എന്താണ്? നോർമൽ കർവിനേക്കാൾ ഫ്ലാറ്റ് അല്ലേ? ഇതിൻ്റെ ബി എന്നുള്ള കർവ് എടുക്കുക. ഇതെന്താണ്? ഫ്ലാറ്റർ ദാൻ ദി നോർമൽ കർവ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലാറ്റിക്കേർട്ടിക് കർവ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഈ പ്ലാറ്റിക്കേർട്ടിക് കർവിന് എന്തായിരിക്കും? β2 <3 ആൻഡ് γ2 <0. Curve of the type B which is flatter than the normal curve. ഇനി ഇതിൽ നോക്കിയാൽ മതി. ഇതാണ് ബി എന്ന് പറയുന്ന കർവ്. ഇതെന്താണ്? ഫ്ലാറ്റ് ആണ്. ഇതല്ലേ എ? എനേക്കാൾ ഫ്ലാറ്റ് ആണ് ബി. സി, ഞാനിത് ഗ്രീൻ വെച്ച് കാണിക്കാം, സോറി. സോ കർവ് ഓഫ് ദ ടൈപ്പ് ബി എന്താണ്? വിച്ച് ഇസ് ഫ്ലാറ്റർ ദാൻ എ, എനേക്കാൾ ഫ്ലാറ്റ് ആണ്, ഇസ് കോൾഡ് പ്ലാറ്റിക്കേർട്ടിക് കർവ്. ഇതെന്താണ്? പ്ലാറ്റിക്കേർട്ടിക് കർവ് ആണ്. ആൻഡ് ഫോർ സച്ച് എ കർവ് β2 <3 ആൻഡ് γ2 <0 അല്ലേ? β2 <3 ആൻഡ് γ2 0. ഈ എന്താ പറയുക, ഞാനിപ്പോൾ എഴുതുന്നത് നിങ്ങളെ PDF ഞാൻ എഴുതിയിട്ടില്ല. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് കൂട്ടിച്ചേർക്കണം കേട്ടോ. സോ ബി എന്താണ്? ഫ്ലാറ്റർ ദാൻ ദി normal curve A ആണ്. Now curve of the type C which is more peaked than the normal curve is called a leptokurtic, and for such a curve C. Now ഇവിടെ C എന്നുള്ള curve കൺസിഡർ ചെയ്യുക. ഈ C എന്നുള്ള curve എന്താണ്? ഈ C എന്നുള്ള curve എന്താണ്? ഈ നോർമൽ കർവിനേക്കാൾ പീക്ഡ് അല്ലേ? അതെ, ഈ C എന്നുള്ള curve നോർമൽ കർവിനേക്കാൾ പീക്ഡ് ആണ്. അതായത് അതിനേക്കാൾ ഒരു പീക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു മലേൻ്റെ ഒക്കെ ഒരു മുകൾ ഭാഗം ഇല്ലേ? അതായത് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നത്. സോ ഏനേക്കാളും എന്താണ്? കൂർത്ത് നിൽക്കുന്നതാണ് ഈ സീൻ്റെ കർവ്. സോ ഇതെന്താണ്? മോർ പീക്ഡ് ദാൻ ദി നോർമൽ കർവ്. ഈ കർവിനെയാണ് നമ്മൾ എന്ത് പറയുക? ലെപ്റ്റോകേർട്ടിക് കർവ് എന്ന് പറയുക. എന്താ പറയുക? ലെപ്റ്റോകേർട്ടിക് കർവ്. ലെപ്റ്റോകേർട്ടിക് കർവിന് എന്താണ്? β2 <3 ആണ്, γ2 0 ആണ്. അപ്പോൾ കർവ് ഓഫ് ദ ടൈപ്പ് സി ഇതാണെന്ത്? സി. ഓക്കെ, കർവ് ഓഫ് ദ ടൈപ്പ് സി വിച്ച് ഇസ് more peaked than the normal curve is called the leptokurtic curve, and for such a curve β2 <3 γ2 0. ഈ കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുള്ള ഈ β2 = 3 γ2 0, β2 <3 γ2 0, β2 3 γ2 0, ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന PDF-ൽ ഇല്ല. സോ നിങ്ങളിത് എഴുതി ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വരുമ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. ഓക്കെ, അല്ലെങ്കിൽ തൊട്ട മുമ്പിലത്തെ ഗ്രാഫിൽ ഞാനത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്നിൽ അത് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം. കേർട്ടോസിസ് എന്താണ്? കോൺവെക്സിറ്റി ഓഫ് ദി ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി കർവിൻ്റെ കോൺവെക്സിറ്റി ആണ്. ഇത് വെച്ച് നമുക്ക് കർവിൻ്റെ ഫ്ലാറ്റ്നെസ്, അത് എത്രത്തോളം ഫ്ലാറ്റ് ആണ് അല്ലെങ്കിൽ പീക്ക്നെസ്, ഇതാണ് കേർട്ടോസിസ് നോക്കുന്നത്. അതായത് ഫ്ലാറ്റ്നെസ് അല്ലെങ്കിൽ പീക്ക്നെസ് ഓഫ് ദി കർവ്. ആൻഡ് കേർട്ടോസിസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ബൈ β2 അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ ആയിട്ടുള്ള γ2 വെച്ചിട്ട്. എന്താണ്? β2 is defined by, or β2 is given by μ4 by μ2² and γ2 is given by β2 -3. Now ഇവിടെ ഒരു ഗ്രാഫാണുള്ളത്. ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കുക. നമുക്ക് എന്തുണ്ട്? ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ എന്താണ്? എ എന്ന് പറഞ്ഞ കർവ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്തല്ല? ഫ്ലാറ്റും അല്ല, പീക്ഡും അല്ല. ഇറ്റ്സ് എ നോർമൽ കർവ്. ഈ നോർമൽ കർവിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് മീസോകേർട്ടിക് കർവ്. എന്താണ്? മീസോകേർട്ടിക് കർവ്. മീസോകേർട്ടിക് കർവിന് എന്താണ്? β2 3 ആയിരിക്കും, γ2 0 ആയിരിക്കും. നൗ ബി എന്ന് പറഞ്ഞ കർവ് കൺസിഡർ ചെയ്യുക. ബി എന്താണ്? എനേക്കാട്ടിലും എന്താണ്? ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റർ ദാൻ ദി കർവ് എ, ഫ്ലാറ്റർ ദാൻ നോർമൽ കർവ്. അതുകൊണ്ട് ബീനെ വിളിക്കുന്ന പേരാണ് പ്ലാറ്റിക്കേർട്ടിക് കർവ്. ഒരു പ്ലാറ്റിക്കേർട്ടിക് കർവിന് എന്തായിരിക്കും? β2 <3 ആയിരിക്കും, γ2 0 ആയിരിക്കും. നൗ സി എന്ന് പറഞ്ഞ കർവ് കൺസിഡർ ചെയ്യാം. സി എന്ന് പറഞ്ഞ കർവ് എന്താണ്? പീക്ഡ് ആണ്. എ എന്ന് പറഞ്ഞ നോർമൽ കർവിനെക്കാട്ടിലും പീക്ഡ് ആയിട്ടാണ് സി എന്ന് പറഞ്ഞ കർവ് ഉള്ളത്. ആൻഡ് സി ഇസ് കോൾഡ് ലെപ്റ്റോകേർട്ടിക് കർവ്. എന്താണ്? ലെപ്റ്റോകേർട്ടിക് കർവ്. ലെപ്റ്റോകേർട്ടിക് കർവിൽ എന്താണ്? β2 <3 ആയിരിക്കും, γ2 എന്തായിരിക്കും? <0 ആയിരിക്കും. ഞാൻ ഈ ഗ്രാഫ് എങ്ങനെ ഓർത്ത് വെക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്യും? ആൽഫബറ്റ് ഇല്ലേ,
ആൽഫബറ്റ് ഓർത്ത് വെക്കും. അതായത് LMNOP അങ്ങനെയല്ലേ വരുന്നത്. സോ L ആണ് ഫസ്റ്റ്. അപ്പോൾ ലെപ്റ്റോകേർട്ടിക് കർവ്, ഏറ്റവും മുകളിൽ പീക്ഡ് ആയിട്ടുള്ളത് ലെപ്റ്റോകേർട്ടിക്. ദെൻ M വരും. M വരുമ്പം മീസോകേർട്ടിക്. ദെൻ നോർമൽ ആയിട്ടുള്ള കർവ് മീസോകേർട്ടിക്. പിന്നെ എന്നില്ല, O ഇല്ല. പിന്നെ P ആണെന്ത് ഏറ്റവും ലാസ്റ്റത്തെ കർവ്. P ആണ് പ്ലാറ്റികേർട്ടിക്. പ്ലാറ്റികേർട്ടിക് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ്. സോ ഞാൻ ആ ആൽഫബറ്റിൻ്റെ ഓർഡറിലാണ് അത് ഓർത്ത് വയ്ക്കാറ്. L എന്ന് പറയുമ്പോൾ ലെപ്റ്റോകേർട്ടിക്, ഏറ്റവും പീക്ഡ്. ദെൻ കംസ് M. M എന്താണ്? മീസോകേർട്ടിക്, ദാറ്റ് ഈസ് എ നോർമൽ കർവ്. ദെൻ കംസ് P എന്താണ്? പ്ലാറ്റികേർട്ടിക്, ഏറ്റവും ഫ്ലാറ്റ് ആയിട്ടുള്ള കർവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്ക്യൂനെസ് കർട്ടോസിസ് എന്ന ഭാഗത്തുനിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഈ സ്ലൈഡ് നന്നായിട്ട് കാണാം. ഇതിൽ ഞാൻ ഈ ഒരു ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ ഈ β2 = 3 അത് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അയച്ചു തന്ന PDF എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഒന്നുകിൽ ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തുള്ള ആ ഒരു ഡയഗ്രത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ് വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, ഈ ഒരു വീഡിയോ ഇതിങ്ങനെ പ്ലേ ആവുമ്പോൾ ഈ ഒരു സ്ലൈഡ് വരുമ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. ശരി, താങ്ക് യു.